മാനസത്തിന് നമസ്കാരം. എൻ്റെ പേര് അനുസല. മാണിക്കല്ല എന്ന പുസ്തകത്തിൻ്റെ പുസ്തക ആസ്വാദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഇത്തരം ഒരു പുസ്തക നിരൂപണത്തിൽ എനിക്ക് അവസരം തന്ന ഡോക്ടർ ഷീല മാനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. മാണിക്കല്ല എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് എം ടി വാസുദേവൻ നായരാണ്. നമുക്ക് അദ്ദേഹത്തെ വളരെ സുപരിചിതമാണ്. മലയാളത്തിലെ അതിൻ്റെ പ്രതിഭകളിൽ ഒരാളാണ് അദ്ദേഹം. തിരക്കഥാകൃത്ത്, കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, നോവലിസ്റ്റ് എന്നീ മേഖലകളിൽ വിലമതിക്കാനാവാത്ത സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ സങ്കീർണതകളും മനുഷ്യ മനസ്സിന്റെ ആഴങ്ങളും ഒക്കെ അദ്ദേഹം വളരെ കണ്ണേറ്റത്തോടുകൂടിയിട്ടാണ് തന്റെ നോവലുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമൂലം, വാനപ്രസ്ഥം, കാലം, അസുരവിത്ത് തുടങ്ങിയ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലുകളാണ്. മാണിക്കക്കല്ലിലേക്ക് വരാം. ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരു രാജാവ്, രാജകുമാരൻ. അപ്പൊ രാജകുമാരനെ സംബന്ധിച്ചിടത്തോളം രാജകുമാരനെ കൊട്ടാരം വിട്ട് ദൂരേക്കൊന്നും അദ്ദേഹം പോയിട്ടൊന്നുമില്ല. അപ്പം അദ്ദേഹത്തിന് ഒരു ആഗ്രഹം, ഈ രാജ്യമൊക്കെ ഒന്ന് ദൂരേക്കൊന്ന് പോകണം, ഒന്ന് സഞ്ചരിക്കണം. അപ്പൊ തന്റെ അച്ഛനോട്, തന്റെ രാജാവായ അച്ഛനോട് ഇങ്ങനെ അനുവാദം ചോദിക്കണം. അച്ഛാ, എനിക്കിന്ന് പുറത്തേക്ക് പോയി കാണണമെന്നുണ്ട്, അച്ഛൻ അനുവാദം തരും. അപ്പം ഏതായാലും രാജാവിന് ശേഷം ഈ രാജകുമാരനാണ് ഈ രാജ്യം ഭരിക്കേണ്ടത്. അപ്പം ഓക്കെ, ശരി, നീ പോയിക്കോ എന്ന് വളരെ സന്തോഷത്തോടുകൂടി രാജകുമാരൻ അനുവാദം കൊടുക്കുകയാണ്. അപ്പൊ രാജകുമാരനൊപ്പം പോകുന്നത്, ഈ സഞ്ചാരത്തിന്, ഈ യാത്രയ്ക്ക് വേണ്ടി പോകുന്നത് മന്ത്രികുമാരനുണ്ട്. മന്ത്രികുമാരന്റെ പേര് സത്യം. അപ്പം രാജകുമാരന് ഏറ്റവും ഇഷ്ടപ്പെട്ട തന്റെ കുതിരയാണ് ഒരു കറുത്ത ചൂട്ടുള്ള, അതായത് നെറ്റിയില് ഇങ്ങനെ കറുത്ത പാടുള്ള ഒരു വെളുത്ത കുതിര. രാജകുമാരന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുതിരയാണ്. അപ്പൊ ആ കുതിരയുമായിട്ട് ഇതിൽ മന്ത്രികുമാരനുമായി ചേർന്ന് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ യാത്ര തിരിച്ചുകൊണ്ടിരുന്നപ്പം ഇങ്ങനെ അന്തിമയങ്ങി രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മന്ത്രികുമാരൻ പറഞ്ഞു, നമുക്ക് ഇവിടെ തന്നെ തങ്ങാം, നമുക്ക് ഇനി അടുത്തൊരു കാടാണ്, ഈ കാടിക്കൊണ്ട് കയറുന്ന രാത്രിയാണ്, നമുക്ക് ബുദ്ധിമുട്ടാവും, അത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു മരത്തിൽ തങ്ങാൻ പറഞ്ഞു. പക്ഷേ രാജകുമാരൻ ജയചന്ദ്രന് അതൊന്നും പറ്റില്ല. രാജകുമാരൻ അതിഥിയിൽ പറയാണ്, വേണ്ട, ഇത് കഴിഞ്ഞിട്ട്, ഈ കാട് കഴിഞ്ഞിട്ട് നല്ല ശില്പങ്ങളും നല്ല ക്ഷേത്രങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്, നമുക്ക് അവിടെ പോയി അവിടെ വിശ്രമിക്കാന്ന് പറയുന്നത്. പക്ഷെ ഇത് ഈ കാട് ഇങ്ങനെ കാടിന്റെ നടുവ് കിടക്കുമ്പോഴേക്കും ഭയങ്കര ഇരുട്ടാണ്. അവിടെ ഒരു പൊഴികൾ. ഇവർക്ക് അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല. പൊഴികളെന്ന് പറഞ്ഞാൽ തടാകം. അപ്പൊ ആ തടാകം കഴിഞ്ഞിട്ട് ഇവർക്ക് എന്ത് ചെയ്താൽ മുമ്പോട്ട് പോകാൻ അറിയില്ല. അപ്പം മന്ത്രികുമാരൻ അപ്പോഴേ പറഞ്ഞ, ഇപ്പൊ അങ്ങോട്ടേക്ക് പോകണ്ട, ഇവിടെ തന്നെ ഈ പച്ചത്തുള്ളിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ അവിടെ കിടക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ നിങ്ങൾ കേട്ടില്ല. നമുക്ക് ശരി, നമുക്ക് എല്ലാത്തിനും ഇവിടെ തന്നെ കിടക്കാമെന്ന് മന്ത്രികുമാരൻ രാജകുമാരനോട് പറയുന്നു. അങ്ങനെ അവര് അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു മരത്തിന് വേണ്ടി വിശ്രമിക്കാൻ തുടങ്ങി. അപ്പം രാജകുമാരന് ഒരു ഭയം, അതായത് രാജകുമാരനുമായ സുഖമായിട്ടൊക്കെ കിടന്നതാണ്. എങ്ങാനും ഉറങ്ങി, മരക്കൊണ്ടിരുന്ന ഉറങ്ങിയിട്ട് നമ്മൾ താഴെ പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഈ രാജകുമാരൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഉത്തരീയമുണ്ട്. ഉത്തരീയം എന്നാണ് പറഞ്ഞത്, ധരിക്കുന്ന വസ്ത്രത്തിൽ ഒരു നീളമുള്ള ഒരു തുണിയാണ്. അപ്പൊ അത് വെച്ചിട്ട് ഈ മരക്കൊണ്ടിൽ വെട്ടി അത് അങ്ങനെയാണ് ഉറങ്ങുന്നത്. അപ്പം രാത്രി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ശബ്ദങ്ങളെല്ലാം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ശബ്ദങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ രാജകുമാരൻ ഒരു ഭയം, ഉറക്കുന്നില്ല. സത്യം, നീ ഉറങ്ങിയോ? ഇല്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഓരോന്ന് കിടക്കുമ്പോൾ വലിയ പ്രകാശം. ഈ പ്രകാശം നടത്തുന്നത് രാജകുമാരൻ കണ്ടോ, അവരുടെ പ്രകാശം. ആ പ്രകാശം നമ്മുടെ അടുത്തേക്കാണ് നീങ്ങുന്നത്. രാജകുമാരൻ, അതേ നമ്മുടെ അടുത്തേക്കാണ് നീങ്ങുന്നത്. ഇവർക്ക് ഈ പ്രകാശം കണ്ടിട്ട് എന്താണെന്ന് കാണാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ അനക്കമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ശബ്ദം ഉണ്ടാക്കാതെ എന്താണ്? അപ്പോഴാണ് മാണിക്കക്കല്ല് അവരുടെ ഒരു സർപ്പം. ഇവരുടെ ജീവനല്ല നിലച്ചു. കാരണം ഒരു സർപ്പമാണ് താഴെ വന്നിരിക്കുന്നത്. ഇതിങ്ങനെ ഉണ്ടാതെ കിടക്കണം. കുറച്ച് നേരം കഴിഞ്ഞ് ഈ സർപ്പം ഈ മാണിക്കക്കല്ല് താഴെ വെച്ചിട്ട് താഴെ ഇതിന് രണ്ടുപേരും നേരായിട്ട് നിർത്തിയ രണ്ട് കുതിരകളെയും ഇത് കണ്ട് ഒരു ഭയന്നു. ഇനി അടുത്തത് താഴെ തന്നെ ആയിരിക്കും ഈ സർപ്പം വന്ന് വീഴാൻ പോകുന്നത് അവർ പേടിച്ചു. അപ്പൊ നിശബ്ദമായി തന്നെ ആ മരത്തിൽ അങ്ങനെ തന്നെ തന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ മാണിക്കക്കല്ല് അവിടെ വെച്ചിട്ട് ഈ സർപ്പം, അത്ര വലിയ സർപ്പമാണ്, ഈ സർപ്പം എന്ന് നീങ്ങി ആ പൊയ്യെ നിർത്തിയിട്ട് വെള്ളം കുടിക്കാൻ പോയി. അപ്പൊ മന്ത്രികുമാരനോട് രാജകുമാരനോട് പറയാണ്, ജയചന്ദ്രനോട് പറയാണ്, ആ
എന്തുകൊണ്ടും കഴിവുള്ള ഒരു കല്ലാണ് ആ മാണിക്കല്ല്. എത്ര പെട്ടെന്ന് സംഭവമാണ്. പക്ഷെ രാജകുമാരന്റെ ഭയം, താഴെ ഇറങ്ങാൻ, താഴെ നോക്കാൻ ഈ സാഹസിക്കുന്ന രാജകുമാരന്റെ ഭയം. അപ്പൊ മന്ത്രിമാർ എന്താ പറഞ്ഞറിയോ? മന്ത്രിമാരെ പറഞ്ഞു, രാജകുമാരൻ മതിയിരിക്കും, ഞാൻ ഇവിടെ എത്തിച്ചത്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഈ മന്ത്രിമാർ താഴെ ഇറങ്ങി ആ മാണിക്കല്ലിട്ടു. മാണിക്കല്ലിന് ഭയങ്കര പ്രകാശമല്ലേ. അപ്പൊ ഈ കുതിരച്ചാണകം അവിടെ അടുത്തുണ്ട്. അപ്പൊ ഈ കുതിരച്ചാണകത്തിനകത്ത് മാണിക്കല്ലിട്ട് പൊതിഞ്ഞിട്ട് ഈ മന്ത്രിമാരൻ അത് കണ്ട് ഈ വാളൊക്കെ ഇടുന്ന ഒരു തോലിന്റെ റോളുണ്ട്, അതിനകത്ത് സൂക്ഷിച്ചു. എന്നിട്ട് എത്ര പേരും മരത്തിന്റെ പുള്ളിക്ക് കയറി. അപ്പൊ പാമ്പ് നോക്കുമ്പോൾ, സർപ്പ നോക്കുമ്പോൾ കണ്ട മാണിക്കല്ല് എവിടോട് പറഞ്ഞിരിക്കുന്നു. കുതിര ചാണകത്തിൽ വെച്ചിട്ട് ഈ കല്ല് പൊടിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ പ്രകാശം അപ്പാടെ ഒരു മായാജാലക്കാരനാണ്, ഒരു മായാജാല വിദ്യ കാണിച്ച് ഒരു ദിവസം ഒരു പകലിനെ രാത്രിയാക്കിയത് പോലെയായി. അപ്പൊ ഇവർക്ക് ഈ പാമ്പിന് മനസ്സിലായി. പാമ്പാവിന് എത്രയും വിളക്ക് വന്നു. രാജകുമാരനും മുഖ്യമാണ്. കാരണം ഈ കണ്ടു കഴിഞ്ഞാൽ സർപ്പം അവിടെ കൊടുക്കും. അപ്പൊ ഒരേ സൗണ്ട് കേൾക്കാം, എന്തൊക്കെയോ സൗണ്ട് കേൾക്കാം, കല്ല് ചടിക്കുന്നു, എന്തൊക്കെയോ വല്ലാത്ത സൗണ്ട് കേൾക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ ഭയങ്കര വിഷമം. അപ്പൊ രാജകുമാരനും രാവിലെ കണ്ണ് തുറന്നപ്പോ കാണുന്നത് താഴെ നിശ്ചലമായി പാമ്പ് കിടക്കുന്നതാണ്. അപ്പൊ മന്ത്രിമാരൻ പറഞ്ഞു, ആ പാമ്പ് ചത്തുപോയെന്ന് തോന്നുന്നു. രാജകുമാരൻ പറഞ്ഞു, ഇല്ല, അത് ചത്തുപോയിട്ടൊന്നുമില്ല, അതിങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ നമ്മളായിരിക്കും അതിന്റെ പ്രഭാതഭക്ഷണം, അതിന്റെ അടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അത് നമ്മൾ അങ്ങനെ എടുത്ത് വീഴും. പിന്നെ പ്രഭാതഭക്ഷണത്തിന് വേറെ ഒന്നും നോക്കേണ്ടി വരത്തില്ല. പക്ഷെ രാജകുമാരൻ ഇന്ന് ഭയം വരുന്നതേ. പക്ഷെ മന്ത്രിമാർ പറഞ്ഞു, നിങ്ങൾ നമുക്കൊന്ന് നോക്കാം എന്താ പറ്റിയില്ല. അങ്ങനെ മന്ത്രിമാരെ ആരംഭിക്കുമ്പോഴത്തേക്കും ഈ സർപ്പം അത് മരിച്ചിരുന്നു, അത് ചത്തു, അത് ചത്തു. അപ്പൊ എന്ത് ചെയ്തു രാജകുമാരൻ? അപ്പൊ മന്ത്രിമാരൻ രാജകുമാരൻ പ്രത്യേക കാര്യം തന്നെ, സർപ്പം ചത്തു കഴിഞ്ഞു. അതായത് നമ്മൾ അതിനെ മാണിക്കല്ല് മോഷ്ടിച്ചു, ഇപ്പൊ അത് സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്തു. അപ്പൊ ഇത് രണ്ടുപേരും അത് പറഞ്ഞ് നമ്മൾ ഒരു മോഷണം നടത്തിയിട്ട് അതിന്റെ ആത്മഹത്യയുടെ കാണികൾ വന്നിരിക്കുന്നല്ലോ എന്ന് മന്ത്രിമാരും രാജകുമാരൻ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം എന്ത് വെച്ചാൽ ഈ മാണിക്കല്ലിനകത്ത് കുതിരച്ചാണകം പറ്റിയിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കാം. അത് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അവർ ഈ പൊയ്യുടെ അടുത്തേക്ക് പോവുകയാണ്, ഈ കടാത്തിലേക്ക് പോവാണ്. ഇതിന് ഈ മാണിക്കല്ലിനകത്ത് കഴുകി കഴിയുമ്പോഴത്തേക്ക് ഈ മാണിക്കല്ലിന്റെ പറയുമ്പോൾ ഈ മാണിക്കല്ലിന്റെ പ്രകാശം ഇരിക്കുകയാണ്. ഈ പൊയ്ക, ഈ തടാകം രണ്ടായിട്ട് ഭാഗിച്ചു. പിന്നെ ഇതിൽ കാണാൻ പറ്റുന്നത് കൽപ്പടവുകളാണ്, കല്ലിന്റെ പടവുകളാണ്. അപ്പൊ അവർക്ക് വളരെ ജിജ്ഞാസയായി, എന്താണ് ആദ്യമാണ്, എങ്ങോട്ടാണ് പോകുന്നത്, അവരെല്ലാം കൽപ്പടകൾ ഇറങ്ങി പോകുന്നു. ഭീമാകാരമായ ഇരുട്ടിന്റെ കഥകളാണ്. അതിനകത്ത് ഒരു വലയുണ്ട്. അപ്പൊ രാജകുമാരനും മന്ത്രിമാരും പേടിച്ചിട്ടൊക്കെയാണെങ്കിൽ അതൊന്ന് തുറന്നു ആരുമില്ല, ഭയങ്കര നിശബ്ദത. അത് ഒന്നുമില്ല, അവർക്ക് എന്നാൽ അറിയാം ആരാണ് എന്താണെന്ന് അറിയാം രാജകുമാരനും മന്ത്രിമാരും. അങ്ങനെ അവര് വലിയ പെരുന്ന് കയറി കയറി മൂന്നാമത്തെ നിലയിൽ എത്തിയപ്പോ 3 മുറികളാണ്. അപ്പൊ ആദ്യത്തെ മുറിയും പൊട്ടിക്കിടന്നു, രണ്ടാമത്തെ മുറിയും പൊട്ടിക്കിടന്നു, മൂന്നാമത്തെ മുറിയും പൊട്ടിക്കിടന്നു. ഇനി എന്താ ചെയ്യാം? അപ്പൊ എന്ത് ചെയ്തു? മന്ത്രിമാരാണ് കുറച്ച് വിദ്യാർത്ഥികളാണ്. മന്ത്രിമാരെ എങ്ങനെയൊക്കെ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? തന്നെ നോക്കിയപ്പോൾ ഒരു താക്കോലിന്റെ ഒരു സുഷനുണ്ട്, ഒരു ദ്വാരമുണ്ട്. അപ്പൊ ഒന്നാമത്തെ മുറി അടുത്തിട്ട് ആ ദ്വാരത്തിലൂടെ എന്തോ നോക്കിയപ്പോ മൊത്തം അസ്ഥികളും തലയോട്ടികളും ജീവൻ പോയ മന്ത്രിമാരുടെ. അപ്പം അയ്യോന്ന് പറയുമ്പോഴത്തേക്ക് രാജകുമാരൻ ചെന്ന് തോന്നുന്നു, അപ്പോഴും അതിന്റെ അസ്ഥികളും തലയോട്ടികളും ഇവിടെ എന്തോ ഉണ്ട്. രണ്ടാമത്തെ മുറി ചെന്ന് ആ തക്കപ്പള്ളിയോടെ നോക്കി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഭീമാകാരമായ കട്ടിലാണ്. നമ്മുടെ സാധാരണ കട്ടിലെക്കാട്ടിലും ഇരുപതിലാണ് ഭയങ്കര നീളം വീതിയുള്ള ഇരുപത്. അതിനോട് ചെറുതായിട്ട് ഒരു ഗത ഇങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് മന്ത്രിമാർ ഇവരാരും ഒരു രാക്ഷസൻ തന്നെയാണ് ഇവിടെ ജീവിക്കുന്നതാണ്, ഒരു രാക്ഷസൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഈ ഓരോ തവണ മന്ത്രിമാരെ കാക്കപ്പള്ളിയോട് നോക്കുമ്പോൾ കാണുന്നു. അപ്പോഴത്തേക്ക് രാജകുമാരൻ നോക്കും. മൂന്നാമത്തെ മുറിയുടെ അടുത്തെത്തിയപ്പോഴത്തേക്കോ മന്ത്രിമാരെ സുന്ദരിയായ ഒരു പെണ്ണ് വന്നാൽ സുഖമായി കിടന്ന് ഉറങ്ങുന്നു. അപ്പോഴത്തേക്കും ഈ പെണ്ണൊന്നും ഇവിടെ വന്നു, ഈ പെണ്ണാണോ ഇതിന്റെ അവകാശം, ഇത് ആരായിരുന്നു സംശയം. അപ്പൊ ഇങ്ങനെ ഈ കഥ പറയാൻ ഇങ്ങനെ അകത്തേക്ക് ചെയ്യുന്നത് ഒരു രാക്ഷസമാണെന്ന് നമുക്കറിയാം. പക്ഷെ ഈ കഥ പറഞ്ഞ അകത്തേക്ക് എങ്ങനെയാ ചെയ്യുക? ഈ പെണ്ണെടുത്ത് എന്തെങ്കിലും ചോദിക്കണമല്ലോ. അപ്പൊ അവരിങ്ങനെ നോക്കി ഇരുന്നപ്പോ ചെറിയ കിളിവാക്കുകൾ, ഈ കിളിവാക്കിന് മുറിയിലൂടെ അടിച്ചിങ്ങനെ പെയ്യെ മന്ത്രിമാർ ഈ മുറി വിൽക്കണം. അപ്പം രാജകുമാരനോട് പോകണം.
ഫ്ലാറ്റിൽ ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ തോഴികളൊക്കെ ആയിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ എൻ്റെ ഉദ്യാനമൊക്കെ പോയി കാണാം. അവിടെ ഉദ്യാനം കണ്ട് പോയപ്പോൾ ആ ഉദ്യാനം അവസാനത്തിൽ അതൊരു ഗുളികയുണ്ട്. അപ്പോൾ ഇങ്ങനെ എൻ്റെ തോഴിമാർക്ക് ഇങ്ങനെ ഉല്ലസിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല പൂവിൻ്റെ മഴ കിട്ടും. അപ്പോൾ ആ പൂവ് നല്ലൊരു മുഖപ്പൂവാണെന്ന് കരുതി ഞാൻ എൻ്റെ തോഴികളോട് പറഞ്ഞു ഇത്ര വേണം പൂക്കൾ പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ആ എൻ്റെ തോഴിമാരെ പൂക്കൾ പറിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും എനിക്ക് ഈ മഴ അടുത്തടുത്ത് വരുന്നതായിട്ട് അറിയാൻ പറ്റും. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ രാക്ഷസൻ ആരുടെ കയ്യിൽ പോയത് ഞാൻ ഭയന്നു. പിന്നെ ഞാൻ കണ്ടു തുടങ്ങുമ്പോൾ ഈ ഒരു ആയിരമാണ് ഞാൻ എത്ര വർഷം ഇവിടെ കിടക്കുന്നു പറയുന്നു. ഈ രാക്ഷസന്മാർ വന്ന് വന്നിട്ട് ഓരോ തവണയും വന്നിട്ട് എനിക്ക് കുറെ പഴം എടുക്കാൻ പൂവുണ്ട്. പക്ഷെ പൂ തിരിഞ്ഞോട് നോക്കാൻ തിരിഞ്ഞുകൊണ്ട് നോക്കില്ല. പക്ഷെ ആ പഴം ഞാൻ കഴിക്കുന്നതാണ്. അപ്പൊ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുന്നു? അപ്പൊ ഈ ആദ്യത്തെ സൗണ്ട് വീണ്ടും വീണ്ടും കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടുന്ന് ഈ സൗണ്ട് വീണ്ടും വീണ്ടും നോക്കി കഴിയുമ്പോഴത്തേക്കും അവിടെ മോളിൽ ഒരു തത്ത ഇരുന്ന് താപതാപം വരാണ്. അപ്പൊ ഈ രാജകുമാരനുണ്ട് ഇതിൽ ആ രാക്ഷസന്റെ തത്തയാണ്. ഞാൻ അതായത് രാക്ഷസൻ വരുമ്പോഴത്തെ നിങ്ങളുടെ നമുക്കുള്ള കാര്യം ഈ തത്ത വിളിച്ചു പറയും. അങ്ങനെ നമ്മളെല്ലാവരും പറയും നമുക്ക് ഭാരം എന്താ ചെയ്യണമെന്ന് പെട്ടെന്ന് കാണിച്ച ഭയങ്കരമായ കാണിച്ച ആരെന്തിനാണ് രാക്ഷസൻ ഇങ്ങനെ വരുവാണ്. രാക്ഷസൻ ഇങ്ങനെ വരിക. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും രാജകുമാരൻ പറഞ്ഞാൽ ഇത്ര ഇവിടെ ഒളിക്കുന്നുണ്ട്. ഇതിന്റെ വീട്ടിലെ രാജകുമാരന് ഈ മന്ത്രികുമാരനെ ഒളിച്ചു. അപ്പൊ രാക്ഷസൻ വന്നു കഥകൾ തുറന്നു പതിവ് പോലെ പഴങ്ങൾ കൊടുത്തു പൂക്കൾ കൊടുത്തു. പൂക്കൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ രാക്ഷസൻ എന്ത് ചെയ്തു ഇത് കൊടുത്ത് കഥ വരച്ചിട്ട് രാക്ഷസന്റെ മുന്നിലോട്ട് പിന്നെ കട്ടിലൊക്കെ അവിടെ കിടന്നിട്ട് രാക്ഷസൻ ഇരുന്നിട്ട് തത്തമ്മ ഉറങ്ങിയോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ മന്ത്രികുമാരൻ ഈ ആപത്തെന്ന് വിളിക്കുന്ന ഈ തത്തമ്മ രാക്ഷസൻ വെറുതെ തന്നെ വാളെടുത്ത് ഒരു കൂട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് തത്ത താഴെ വീട്ടിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ രാക്ഷസൻ എന്താണ് ഇവിടെ തത്തമ്മ ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്താ തിരിച്ചു പറയാൻ അറിയില്ല. അപ്പൊ ഇങ്ങനെ ഈ മന്ത്രികുമാരൻ എന്റെ രാജകുമാരോട് എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ആദ്യം കണ്ടുകൊണ്ട് എന്താ പറയണ്ടേ. അപ്പൊ ഈ രാജകുമാരൻ രാജകുമാരി ഉറങ്ങിയിട്ട് ആദ്യം കാണിച്ചു അങ്ങനെ പറയണം. അപ്പൊ ഈ തത്തമ്മയുടെ ശബ്ദത്തിന് സത്യം എന്ത് ചെയ്തു മന്ത്രിയോട് കണ്ടു രാജകുമാരി ഉറങ്ങി എന്നത്. അപ്പൊ വീണ്ടും രാക്ഷസൻ വീണ്ടും ചോദിക്കുകയാണ് തത്തമ്മ ഉറങ്ങിയോ. അപ്പൊ രാജകുമാരി ഉറങ്ങി. വളരെ വീണ്ടും തത്തമ്മയുടെ സ്വരത്തിന് സത്യം എന്ന് പറഞ്ഞു. വീണ്ടും രാക്ഷസൻ ഭദ്രം. അപ്പോ തത്തമ്മയുടെ ശബ്ദത്തിന് വീണ്ടും സത്യം പറഞ്ഞു ഭദ്രം. ഇതെല്ലാം ഈ രാജകുമാരി ആ സമയം കൊണ്ട് ആദ്യം കാണിച്ച് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഈ രാജകുമാരി ഈ രാക്ഷസൻ എന്ത് ചെയ്തു മുറിയിട്ട് ഉറങ്ങുന്നു. ഭയങ്കര കൂട്ടമണിയായിട്ട് ഇനി പെട്ടെന്ന് കൂട്ടമണിയാണ്. അപ്പൊ ഈ രാജകുമാരനും മന്ത്രിമാരും ഈ പെൺകുട്ടിയും വളരെ രക്ഷപ്പെടുന്നുണ്ട്. ഇവര് രാജ്യത്തെ രാജകുമാരിയാണ്. അപ്പൊ അവരെന്ത് ചെയ്തു ആദ്യം ജയചന്ദ്രൻ വലിയ കഥ തുറന്നു. അതിന് തൊട്ട് പുറകെ രാജകുമാരി അത് കഴിഞ്ഞ് ഇറങ്ങി താഴെ വന്ന് ഒന്നാം നില കിട്ടിയപ്പോ ആരാണ് നിക്കവിടെ നിങ്ങൾ എന്ത് വിചാരിച്ചു എന്നെ പഠിച്ചിട്ട് പോകാൻ വിചാരിച്ചോ എന്ന് രാക്ഷസൻ കഥ കഴിഞ്ഞേ. രാക്ഷസൻ എന്ത് ചെയ്യും ഈ രാജകുമാരനെയും ഈ മന്ത്രികുമാരനെ തിരിച്ചു പ്രവഹിച്ചു. എന്നോട് പറഞ്ഞു കുറേ നാളായി ഞാനൊരു മനുഷ്യന്റെ മാംസം കഴിച്ചു. ഈ ഇന്നത്തെ അത്താഴം നിങ്ങളെ കാക്കാം എന്ന് പറഞ്ഞ് ഒരു മുറിയോട് കേട്ടിട്ടു. എന്നിട്ട് ഈ രാജകുമാരന്റെ അടുത്ത് രാജകുമാരന്റെ അടുത്ത് നിന്നെ നീ ഇത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. നീ നിന്റെ സ്വാതന്ത്ര്യത്തെ ഇങ്ങനെ ആക്കിയതുകൊണ്ട് നീ നിനക്ക് സ്വാതന്ത്ര്യം തിരിച്ചു തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ രാജകുമാരിയെ ഒന്നിച്ച് ഇവരെ മൂന്നുപേരും ഒരു മുറിയിലാക്കി. മുറിയിലാക്കി കഴിയുമ്പോൾ രാജകുമാരൻ ഒരു പഴുത് ഒരു ശാഖര ഒരു പ്രകാശം പോലെ ഇറങ്ങി വരുന്നത്. എന്ത് ചെയ്യും ഇവര് മൊത്തത്തിലാണ് ആകെ കൺഫ്യൂഷനായി. ഇത് എന്ത് ചെയ്യണം ആകെ ഒരു അസ്വസ്ഥനായി മൊത്തത്തിൽ ഭയപ്പെട്ടത്. അപ്പോ സത്യമായിട്ട് വളരെ വളരെ കൂടുതലായിട്ടാണ് നിൽക്കുകയാണ് സത്യം. അപ്പൊ സത്യം പറഞ്ഞു ഒരു കാര്യം ചെയ്യും. എന്താ അതായത് രാജകുമാരൻ വരുമ്പോഴത്തേക്ക് രാക്ഷസൻ വരുമ്പോഴത്തേക്ക് രാജകുമാരൻ കണ്ണ് കെട്ടി ഒരു വാലുകൊണ്ട് കണ്ണ് കെട്ടി കണ്ണിന് പോയിരിക്കണം. എന്റെ വാളും കയ്യിൽ വെക്കണം. ജയൻ എന്ന് പറയുമ്പോഴത്തേക്ക് രാക്ഷസൻ കയറി വരുമല്ലോ. ജയൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വാളെടുത്ത് രാക്ഷസന്റെ വാലിനുള്ളിൽ കൂടെ ഇറക്കണം. അപ്പൊ രാജകുമാരൻ ചോദിക്കാലോ ഇതെങ്ങനെയാണ് ഈ തുണി വെച്ച് കണ്ണടച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഈ രാക്ഷസനെ ഞാൻ എങ്ങനെയാണ് വാലിയിൽ കുത്തി ഇറക്കുന്നത് കണ്ണടച്ച് വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ.
ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കഴിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. മുറി കഥകളിൽ പോകുന്നതും എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ മന്ത്രിമാരും തന്റെ തോളിന്റെ ഉടയിലും മാണിക്കൽ പുറത്തേക്ക് ഇട്ടു. രാക്ഷസിന്റെ കണ്ണു മഞ്ഞളിച്ചു, ഒന്നും കാണാൻ പറ്റുന്നില്ല രാക്ഷസിന്. അപ്പോൾ ഈ മന്ത്രിമാരോട് ജയൻ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ വാളെടുത്ത് ജയൻ എന്ത് ചെയ്തു, രാജകുമാരൻ വാളെടുത്ത് രാക്ഷസിന്റെ വാലിൽ കൂടി ഇറങ്ങി. അങ്ങനെ എന്ത് ചെയ്തു, രാക്ഷസൻ ചത്തു, നിലം പിടിച്ചു. പിന്നെ അതൊരു ചോറ് ഭാഗമായി. അപ്പോഴേക്ക് ഇവർക്ക് സമാധാനം. എന്നാലും രാജകുമാരൻ, എന്നാലും മന്ത്രിമാരും ഒന്നുമില്ല, രാജകുമാരോട് ഒന്നും നോക്കിയിട്ട് രാക്ഷസൻ ചത്തോടുന്നു, എന്നാലും നമുക്ക് കിട്ടും. അത് നോക്കി രാക്ഷസൻ ചത്തു. അപ്പൊ അവർക്ക് നമ്മൾ രക്ഷപ്പെടുന്നുണ്ടോ മാണിക്യങ്ങളോട്. അപ്പൊ രാജാവ് ഇങ്ങനെ നോക്കി, രാജകുമാരൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും രാജകുമാരി ഇങ്ങനെ അടുത്തുണ്ട്. ഇങ്ങനെ ഒരു പ്രണയം. അപ്പം ഇങ്ങനെ രാജകുമാരിയോട് എന്നിട്ട് ഈ രാജകുമാരൻ ഒരു കാര്യം ചെയ്യും, എനിക്കും ഈ രാജകുമാരിയോട് വിവാഹം കഴിക്കണം. അതിനുള്ള കാര്യങ്ങളൊക്കെ തന്റെ നാട്ടിൽ ചെന്നിട്ട് രാജ്യത്തിൽ ചെന്നിട്ട് ചെയ്യാൻ രാജകുമാരൻ മന്ത്രിമാരോട് പറഞ്ഞു. ഇങ്ങനെ 7 ദിവസം ആവുമ്പോഴത്തേക്കും 7ാമത്തെ ദിവസം സന്നാഹങ്ങൾ എല്ലാവരുമായിട്ട് ഇവിടേക്ക് വന്ന് ഞങ്ങളെ വിളിച്ചോണ്ട് പോയിട്ട് രാജകുമാരൻ മന്ത്രിമാരോട് പറഞ്ഞു. അപ്പൊ മന്ത്രിമാരെ പറഞ്ഞു, അപ്പൊ ചെയ്യണോ, അതിന്റെ കാര്യമുള്ളൂ, നമുക്കില്ല, അപ്പോൾ ഒന്നിച്ചു പോവാലോ. പക്ഷെ രാജകുമാരൻ സമ്മതിച്ചില്ല. നിങ്ങൾ സന്നാഹങ്ങളുമായിട്ട് ഭടന്മാരുമായിട്ടൊക്കെ നിങ്ങൾ പറഞ്ഞ രാജകീയമായിട്ട് ആഘോഷങ്ങളൊക്കെ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഈ മാണിക്യങ്ങൾ എടുത്തുകൊണ്ട് രാജകുമാരൻ എന്താണ് പൊയ്കേടാട്ടേക്ക് അറിയിക്കുന്നു. എന്നിട്ട് ഈ മന്ത്രിമാരനെ തിരിച്ച് നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. അത് കഴിഞ്ഞ് 7ാം ദിവസം 7 ദിവസമായി. അപ്പൊ 7ാം ദിവസത്തില് രാജകുമാരൻ ഈ പൊയ്കേടാവിടെ ഈ കല്ല് കാണിച്ച് അവിടെ വന്ന് നിൽക്കുന്നതാണ് പറയുന്നത്. പക്ഷെ 7ാം ദിവസമായിട്ട് അത് ആരും കാണില്ല. സന്നാഹങ്ങളും ഭക്തന്മാരും എല്ലാവരുമായിട്ട് വന്നിരിക്കുകയാണ് മന്ത്രിമാർ. എത്ര നേരം നോക്കിയിട്ട് രാജകുമാരനെ കാണില്ല. രാജകുമാരൻ പറ്റി അഭയം ഉള്ളിൽ മന്ത്രിയുടെ കിടക്കുകയാണ്, അഭയം ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോ പലതരങ്ങൾ ഓടി വന്നിട്ട് ഈ രാജകുമാരൻ ഈ മന്ത്രിമാരോട് പറഞ്ഞു, ഇന്ത്യ രാജകുമാരൻ എത്തി. അപ്പൊ ഉടനെ ഈ മന്ത്രിമാരോട് പറഞ്ഞു, അത് അയൽ പക്കത്തുള്ള രാജ്യത്തിലേക്ക് രാജന് വഴിയുള്ളൂ, പക്ഷെ രാജകുമാരൻ പോയി കാണും, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോ, ഞാനിവിടെ രാജകുമാരന് വേണ്ടിയിട്ട് കാത്തിരുന്നോളാം എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും പറഞ്ഞത് പോണോ? അപ്പൊ ഈ മന്ത്രിമാരെ പോയിക്കോളൂ കുഴപ്പമില്ല എന്ന്. എന്നിട്ട് ഈ പട്ടണം പോയി കഴിയുമ്പോഴേക്കും ഈ മന്ത്രിമാരുടെ അന്വേഷിക്കുക, എന്ത് ചെയ്യോ, രാജകുമാരനെ കാണുന്നില്ല, എന്ത് പറ്റിയിട്ടുണ്ട്, ആ വട്ടം പരവശന് ഈ മന്ത്രിമാർ. അങ്ങനെ നോക്കുന്ന ഒരു ചെറിയ ഒരു കാൽപ്പാട് കാണും. പക്ഷേ ഇത് ഈ കാരണവശാലും രാജകുമാരനെ അല്ലെന്ന് ആർക്ക് മനസ്സിലായി, മന്ത്രിമാർക്ക് മനസ്സിലായി. അങ്ങനെ ഈ പൊയ്കയുടെ കിഴക്ക് വശത്തേക്ക് നടന്ന് ഈ കാൽപ്പാട് നടന്ന് വരുവാണ്. നടന്നു വരുമ്പോഴേക്കും അവിടെ ആ ഒടുവില് ഒരു വയോധികയായ സ്ത്രീ, ഒരു പ്രായമായ സ്ത്രീ, ആ സ്ത്രീക്ക് അഭിമുഖമായിട്ട് രാജകുമാർ അവരുടെ മകൻ ഇരിക്കുകയാണ്. അപ്പൊ ആ സംഭാഷണം ഇങ്ങനെ മന്ത്രിമാർ ഇങ്ങനെ കേൾക്കുകയാണ്. ചെറുകൊണ്ട് കേൾക്കുമ്പോൾ ഈ വയോധിക പറയണം, കണ്ടില്ലേ, ആ കല്ലാടപ്പെട്ട രാജാവിനോട് കൊടുത്തതുകൊണ്ട് 10,000 പൊന്നി നമുക്ക് കിട്ടി, ഇനി നമുക്ക് കഷ്ടപ്പെട്ട് ജീവിക്കണം, നമുക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ. അപ്പൊ എനിക്ക് മന്ത്രിമാരുടെ സംശയം, ഈ കല്ല് എന്ന് പറയുന്നത് മാണിക്യക്കല്ലാണ്. ഇതപ്പോ എവിടെയാണ് മാണിക്യക്കല്ല് കിട്ടിയിരിക്കുന്നത്? അപ്പൊ ഒന്നുകൂടെ ആ ജനാലയത്തിൽ ഇങ്ങനെ ഈ മന്ത്രിമാരെ നോക്കുമ്പോൾ ഈ വയോധികയുടെ മകന്റെ തലപ്പാവില് ഒരു ചിത്രമാണ്, അതൊരു സിംഹത്തിന്റെ ചിത്രമാണ്. അപ്പൊ ഈ ഇത് പട്ടാളക്കാരനാണ് മനസ്സിലായി. ഈ പട്ടാളക്കാരൻ നമ്മുടെ രാജ്യത്തെ അല്ല, കാരണം നമ്മുടെ രാജ്യത്തെ ഒരു ചിഹ്നം എന്ന് പറയുന്നത് ശങ്ക. ഈ രാജകുമാരിയുടെ രാജ്യത്തിലെ ഇതെന്ന് പറഞ്ഞാൽ പറക്കുന്ന കുതിരയാണ് ചിഹ്നം. അപ്പം ഇത് നമ്മുടെ രണ്ടുപേരും രാജകുമാരിയെയും ഈ രാജകുമാരനെയും രാജ്യത്തിന്റെ ശത്രു രാജ്യത്തെ പട്ടാളക്കാരനാണ് അവിടെ വന്നിരിക്കുന്നത് മന്ത്രിമാർക്ക് മനസ്സിലായി. അപ്പോ ഈ മാലിന്യങ്ങൾ എവിടെയാണ്? അവരുടെ ശത്രു രാജ്യത്തായ ഉഗ്രസിംഹ രാജാവിന്റെ കൈവശമാണ്. ഇനി ഈ മാലിന്യങ്ങള് ഈ മന്ത്രികുമാരനെ എടുക്കാൻ പറ്റുമോ? ഈ മന്ത്രികുമാരൻ ഉഗ്രസിംഹ രാജാവിന്റെ പിടിയിലാകപ്പെട്ടു പോകുമോ? വധിക്കുമോ? ഉഗ്രസിംഹ രാജാവ് വധിക്കുമോ? ഇനി ഈ രാജകുമാരനും കുമാരിയും വിവാഹം കഴിക്കുമോ? എന്നീ കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മളുടെ വിശാലമായിട്ടുള്ള ലൈബ്രറിയിലേക്ക് ചെല്ലും.
അവിടെ ആ പുസ്തകശാലയില് ഈ പുസ്തകം ഭദ്രമായി ഇരിപ്പുണ്ട്. പ്രത്യേക ഒരു സ്വന്തമായ സ്ഥലം ആൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അവിടെ തന്നെ നമ്മൾ